അഭിരാമിയെയും അവന്തികയെയും കാണാൻ ഇനി അവരുടെ അമ്മ വരില്ല. ഒരു നാടിനെ തീരാ നോവിലാഴ്ത്തി അജിത ടീച്ചർ യാത്രയായി. വാൽപ്പാറ ട്രാവലർ ദുരന്തം കവർന്നെടുത്തത് 55-ാം വയസ്സിലും തന്റെ വിദ്യാലയത്തിനും വിദ്യാർത്ഥികൾക്കുമായി ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ ദൃഢപ്രതിജ്ഞയെടുത്ത മലപ്പുറം പാങ്ങ് ALP സ്കൂളിന്റെ പ്രധാന അധ്യാപികയെ കൂടിയായിരുന്നു. പുലാമന്തോൾ പാലൂർ സ്വദേശിയായ അജിത ടീച്ചർ പാങ്ങ് സ്കൂളിന്റെ പ്രധാന അധ്യാപികയായിട്ട് 2 വർഷം തികയുന്നു. ഈ കാലയളവിൽ തന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും വിദ്യാലയത്തിനുമായി അവർ ചെയ്തതത്രയും കണ്ണീരോടെ ഓർക്കുകയാണ് ഓരോ സഹപ്രവർത്തകരും. ചെയ്തു തീർക്കാൻ ഇനിയും ഒരുപാട് ബാക്കി വെച്ചാണ് അജിത ടീച്ചർ യാത്രയായത് എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നു. അജിത ടീച്ചർ അടക്കം 9 പേരെ മരണത്തിലേക്ക് തള്ളിവിട്ട അപകടത്തിന്റെ വാർത്തകൾ ഞെട്ടലോടെയാണ് ഓരോരുത്തരും ഉൾക്കൊണ്ടത്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും സാഹസികമായ ചുരം റോഡിലൂടെയുള്ള ഉല്ലാസയാത്ര, 40 ഹെയർപിൻ വളവുകളുള്ള 64 കിലോമീറ്റർ വരുന്ന മലമ്പാത, സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ പാതയിലെ ഓരോ വളവിലും അപകടം പതിയിരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും അപകട വളവ് എന്ന് വനം വകുപ്പ് പറയുന്നത് 13-9 വളവുകളാണ്. ഇതിൽ 13-ാം വളവിൽ വെച്ചാണ് ദുരന്തത്തിൽപ്പെട്ട ടെമ്പോ ട്രാവലർ മറയുന്നത്. വണ്ടി നിലം പതിച്ചത് 9-ാം വളവിലും. അതുകൊണ്ട് തന്നെയാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂടിയതും. മാസത്തിൽ 2-3 അപകടങ്ങൾ വാൽപ്പാറ ചുരം റോഡിൽ പതിവാണ്. അപകടങ്ങൾ കൂടിയതിനാൽ വനം വകുപ്പ് വിനോദസഞ്ചാരികൾക്ക് മുന്നറിയിപ്പ് നൽകാറുമുണ്ട്. ഓരോ വളവിലും വേഗം കുറച്ച് വണ്ടി ഓടിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന പോസ്റ്ററുകളും സന്ദേശങ്ങളും കാണാം. ഇത്രയേറെ സുരക്ഷാ മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും 9 പേരുടെ ജീവനെടുത്ത ദുരന്തത്തെ തടുക്കാനായില്ല. മനോഹരമായ കാഴ്ചകൾ കണ്ട് കീഴടക്കിയതിന്റെ സന്തോഷത്തിൽ ഉല്ലാസയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുന്നവരുടെ വിശേഷങ്ങൾ കേൾക്കാൻ അവരുടെ ഉറ്റവരും കാത്തിരിക്കുകയായിരുന്നു. അവരുടെ കാതുകളിലേക്കാണ് അജിത ടീച്ചർ ഉൾപ്പെടെ 9 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട വാർത്തയെത്തുന്നത്. മൃതദേഹം പൊതുദർശനത്തിന് വച്ചപ്പോൾ 100 കണക്കിന് ആളുകളാണ് അവസാനമായി അജിത ടീച്ചറെ ഒരു നോക്കു കാണാനായി പാലൂരിലെ വസതിയിലേക്ക് ഒഴുകിയെത്തിയത്. അവർക്ക് നഷ്ടമായത് അജിത ടീച്ചർ എന്ന അധ്യാപികയെ മാത്രമായിരുന്നില്ല, ഒരു നാടിന്റെ നന്മയ്ക്കായി നിലകൊള്ളുന്ന നല്ല സുഹൃത്തിനെ കൂടിയായിരുന്നു.